പുതുവർഷത്തെ വരവേൽക്കാനായി വീട് അലങ്കരിക്കുകയാണ്. ഈ വിളക്കുകൾ കൊണ്ട് വീട് എന്തിനാണ് ഇങ്ങനെ അലങ്കരിക്കുന്നത്? അത് പിന്നിൽ ഒരു കഥയുണ്ട് മക്കളെ. ഇവിടെ ഇരിക്കെ അമ്മൂമ്മ പറഞ്ഞു തരാം. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിയാൻ എന്ന പേരുള്ള ഒരു രാക്ഷസനുണ്ടായിരുന്നു. നിയാനെ കാണുമ്പോൾ നമുക്ക് വളരെ പേടിയാകും. സിംഹത്തിന്റെ തലയും കാളയുടെ ഉടലുമാണ് നിയാനുള്ളത്. മലമുകളിലും കാടിന്റെ അടുപ്പിക്കലുമാണ് നിയാൻ ജീവിക്കുന്നത്. അത്രയ്ക്കും ഭയങ്കരനാണോ നിയാൻ? അതെ, പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും തന്റെ വീടുകളിൽ തന്നെയായിരിക്കും. പുതുവർഷത്തലേന്ന് ആളുകൾ വിളകളെല്ലാം ഭദ്രമായ ഒരിടത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. നീയാണ് എല്ലാ വർഷവും പുതുവർഷത്തലേ ദിവസം വരികയും മനുഷ്യരെ ആക്രമിക്കുകയും വിളകൾ തിന്ന് തീർക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിച്ചു? നീയാന്റെ ശല്യം നാട്ടുകാർക്ക് സഹിക്കാൻ പറ്റാതെയായി. അങ്ങനെ അടുത്ത പുതുവർഷവുമായി എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അപ്പോഴാണ് ഒരു വൃദ്ധൻ തൻ്റെ വീട്ടിൽ കുറേ വിളക്കുകൾ തൂക്കാനും അതിലെ ചുവന്ന കടലാസുകൾ ഒട്ടിക്കാനും തുടങ്ങി. ആളുകൾ അവിടെ ഒന്നുകൂടി. വൃദ്ധൻ വീടിന് മുന്നിൽ തീയിട്ട് മുളകൾ വെട്ടി തീയിലേക്കിടാൻ തുടങ്ങി. മുളകൾ വലിയ ശബ്ദത്തിൽ പൊട്ടാനും തുടങ്ങി. ഇത് കണ്ട ആളുകൾക്കൊന്നും മനസ്സിലായില്ല. പറയാം. കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരാൾ ആ വൃദ്ധനോട് കാര്യം ചോദിച്ചു. നിയാനെ തുരത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിയാനെ 3 കാര്യങ്ങൾ വളരെ പേടിയാണ്: ചുവപ്പ് നിറം, തീ, പിന്നെ ഒച്ചയുള്ള ശബ്ദവും. ഇങ്ങനെ പറഞ്ഞ വൃദ്ധൻ വീണ്ടും തീയിലേക്ക് മുളകൾ വാരിയിട്ടു. അന്നു മുതലാണ് പുതുവർഷത്തിൽ എല്ലാ വീടുകളിലും വിളക്കുകൾ തൂക്കുകയും കതിലിൽ ചുവന്ന കടലാസുകൾ ഒട്ടിക്കുകയും പടക്കങ്ങൾ പൊട്ടിക്കാനും തുടങ്ങിയത്. ഇല്ല മോളെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ വരികയില്ല. വരൂ, നമുക്ക് പോയി പടക്കങ്ങൾ പൊട്ടിക്കാം. ചൈനീസ് ഭാഷയിൽ പുതുവർഷം ആഘോഷിക്കുന്നതിനെ ഗുവോ നിയാൻ എന്ന് പറയുന്നു. ഇതിനർത്ഥം നിയാനെ മറികടക്കുക എന്നതാണ്. ആളുകൾ എല്ലാ വർഷവും സന്തോഷത്തോടെ ഈ ഉത്സവം ആഘോഷിച്ചു വരുന്നത്. നന്ദി.